നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരള ഗൾഫ് സെക്ടറിലെ വിമാന ടിക്കറ്റ് നിരക്കിൽ 6 ഇരട്ടിയിലേറെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിസ്മസ് പുതുവത്സര സീസൺ ആരംഭിച്ചതോടെയാണ് പതിവ് പോലെ വിമാന കമ്പനികൾ തനിനിറം പുറത്തെടുത്തത്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റിലാണ് വർധനവുള്ളത്. ഡിസംബർ 3-ാം വാരം മുതൽ ജനുവരി 2-ാം വാരം വരെയാണ് ഗൾഫിൽ സ്കൂൾ അവധി വരുന്നത്. ഈ സമയത്ത് നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് വരാറുണ്ട്. പ്രവാസികളെ കൊള്ളയടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിമാന കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഇത്തിഹാദ് എയർവേസിലാണ് യാത്ര ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് എക്കണോമി ക്ലാസ്സിൽ 75,000 രൂപ നൽകേണ്ടി വരും. 10,000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന ടിക്കറ്റാണ് ഇത്. 50,000 രൂപയുള്ള ബിസിനസ് ക്ലാസ് ടിക്കറ്റിന് പുതുവത്സര ദിനത്തിൽ 1,61,213 രൂപ നൽകേണ്ടി വരും. കോഴിക്കോട്, കൊച്ചി വിമാനത്താവളങ്ങളിലേക്കും സമാന സ്ഥിതി തന്നെയാണ്. കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് നിലവിൽ ഇത്തിഹാദിൽ 26,417 രൂപയ്ക്ക് എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യാം. എന്നാൽ ക്രിസ്മസ് പുതുവത്സര സീസണിൽ 50,000 രൂപ നൽകിയാൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 4 പേരുള്ള കുടുംബത്തിന് ദുബായിൽ നിന്നും നാട്ടിലെത്താൻ 2 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് നിരക്ക് നൽകേണ്ടി വരും. കേരള UAE സെക്ടറിൽ കൂടുതൽ സർവീസ് നടത്തുന്ന ബജറ്റ് ഇന്ത്യൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് മുൻകൂട്ടി തന്നെ നിരക്ക് ഉയർത്തിക്കഴിഞ്ഞു. 13,500 രൂപ നൽകിയാൽ നാട്ടിലെത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 1/2 ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടി വരും. ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഈ മാസം 22-ന് ശേഷം യാത്ര ചെയ്യണം എങ്കിൽ വലിയ വില നൽകേണ്ടി വരും. ഡിസംബർ 22 മുതൽ ജനുവരി 8 വരെ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യണമെങ്കിൽ 30,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. ഇപ്പോൾ 12,000 രൂപയ്ക്കാണ് നിരക്ക്. എന്നാൽ ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലേക്കും ഉയർന്ന നിരക്കാണ് ഉള്ളത്. നിരക്കുകൾ കണ്ട് തല കറങ്ങുന്നുവെങ്കിൽ കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നും സീസൺ കഴിയുന്നതുവരെ യാത്ര പുറപ്പെടാതെ ഇരിക്കുകയാണ് ബുദ്ധി. കേരളത്തിലെ പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന ആവശ്യവുമായി നിരവധി പ്രവാസി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സീസൺ സമയത്ത് ഗൾഫിലേക്കും തിരിച്ചും ചാർട്ടേഡ് വിമാന സർവീസ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിരവധി തവണ ചർച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം ഇതുവരെ നടപ്പായില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.